ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദിലെ സെക്കൻഡ് ഡേ ആട്ടോ. ഇന്ന് നമ്മൾ പോണത് വേറെ എങ്ങോട്ടും അല്ല, ദ മോസ്റ്റ് ഫേമസ് റാമോജി ഫിലിം സിറ്റി. അവിടെ ചെന്ന് ഉടനെ തന്നെ ഞങ്ങളിത് ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനത്തെ ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. ഇതേ കണ്ടില്ലേ കയ്യിൽ സ്റ്റിക്കറൊക്കെ. ഒരു 15 to 20 മിനിറ്റ്സ് ഉണ്ട് എൻട്രൻസിൽ നിന്ന് റാമോജി ഫിലിം സിറ്റിയിലേക്ക്. അവിടെ ചെന്നാലും സെപ്പറേറ്റ് ബസ്സസ് നമുക്ക് അവർ അലോട്ട് ചെയ്ത് തരും കേട്ടോ. And the first thing we saw is യെസ്, നമ്മുടെ ജോധ അക്ബർ ഷൂട്ട് ചെയ്തത് ദാ ഈ ഒരു സ്പോട്ടിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡേർട്ടി പിക്ചറിലെ സോങ് ഷൂട്ട് ചെയ്ത സ്പോട്ടാണ്. ആൻഡ് യെസ്, ഇതെന്താ സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ കാണുന്നതൊക്കെ പല പല സിനിമകളിലായിട്ട് പലപ്പോഴുമായിട്ട് ഷൂട്ട് ചെയ്ത സ്പോട്ടുകളാട്ടോ. സെൻട്രൽ ഇന്ത്യൻ സ്ട്രീറ്റ്സ്, സൗത്ത് ഇന്ത്യൻ, കൊൽക്കത്ത, നോർത്ത് ഇന്ത്യൻ എല്ലാ സ്ട്രീറ്റ്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ പുഷ്പയിലെ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ പോലീസ് സ്റ്റേഷനാട്ടോ. ജയിലിലെ സീൻസ് ആണ് വേണ്ടതെങ്കിൽ ഇത് നേരെ ഒരു 10-100 ബസ്സുകൾ ഇതുപോലെ പാരലലി അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റേഴ്സിനെ കൊണ്ട് ഓടുന്നുണ്ട് കേട്ടോ. ഇതാ ഏതോ ഒരു ഫിലിമിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഭാഗവതം എന്ന് പറഞ്ഞ ഒരു സൈറ്റിലാണ് കേട്ടോ. ഡിവോഷണൽ ആയിട്ടുള്ള എല്ലാ സീൻസും ഈ ഒരു സൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ദിസ് വാസ് എ ഫീസ്റ്റ് ടു മൈ ഐസ്. ഈ ഇരിക്കുന്നതൊന്നും ശരിക്കുള്ള വ്യക്തികളല്ല കേട്ടോ, എല്ലാം ഡമ്മീസാണ്. എന്നാലും നല്ല രസമായിരുന്നു കാണാൻ. അടുത്ത സ്റ്റോപ്പ് നേരെ റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ. അതായത് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ സീൻസും ഷൂട്ട് ചെയ്യുന്നത് ദാ ഈ ഹൗറ റെയിൽവേ സ്റ്റേഷനാണ്. അത് ഏത് റെയിൽവേ സ്റ്റേഷൻ വേണമെങ്കിലും ആക്കിയെടുക്കാം. ശരിക്കും ട്രെയിനിൽ കയറിയൊരു ഫീലായിരുന്നു കേട്ടോ നമുക്ക്. അടുത്തത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്പോട്ടിലേക്കാട്ടോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ഈ വീഡിയോയിലല്ല, അത് അടുത്ത വീഡിയോയിലാണ്. കാരണം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ തന്നെ കുറച്ച് അധികം ടൈം എടുക്കും. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.